ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉച്ച വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ ചായ കൂടെയൊക്കെ കഴിഞ്ഞു. ശനിയാഴ്ച വ്ളോഗാണെന്ന്, അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഉണ്ട്. നമ്മൾ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൻകുട്ടി പോയി കൊണ്ടു തന്നതാ. അപ്പം ഇതൊക്കെ ഒന്ന് കുറച്ച് വലുതാണ്, ഉണ്ടാവും ഇത്രയൊക്കെ വലുതാ. ഇതൊക്കെ ഒന്ന് കുഞ്ഞത് ചെറുതാക്കണം. കൊത്തി തന്നതാണ്, പക്ഷെ കുറച്ച് ചെറുതാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് വേഗം ചെറുതാക്കിയിട്ട് നല്ല കുരുമുളക് ഇട്ടിട്ട് ബീഫ് കറി വെക്കാം. കുറച്ച് പെരന്തന കറി ഉണ്ടായിക്കോട്ടെ അല്ലേ പറഞ്ഞ ചാറ് പോലെ വെക്കാം കേട്ടോ. ഒരുപാട് ചാറല്ല കേട്ടോ. ബീഫിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വരട്ടിയെടുക്കലാണ് കേട്ടോ മിക്കത് നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ എന്താ നമ്മൾ വരട്ടല്ല ചെയ്യുന്നത്, വേറെ എക്സ്ട്രാ കറിയൊന്നും വെക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചിട്ടാ കുറച്ച് ചാറ് പോലെ വെക്കാം അല്ലേ. അപ്പൊ അത് വേഗം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഒന്ന് ചെറുതാക്കട്ടെ. വലിയ കഷ്ണങ്ങളാകുമ്പോഴേക്കും ഒരു ഇഷ്ടമല്ല. ഈ വലിയ വലിയ കഷ്ണങ്ങൾ ബീഫ് കറിക്കാണെങ്കിലും വരട്ടാനാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതിനകത്ത് ഉപ്പും എരിവും പുളിയൊന്നും പിടിക്കുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നും. പുളിയല്ല, ഉപ്പും എരിവും ഒക്കെ. അപ്പോൾ ഞാനിത് കുറച്ച് ഒന്ന് ചെറുതാക്കും കേട്ടോ. കടയിൽ നിന്ന് അവർ കൊത്തി തരണത് ഒരു പല സൈസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു അളവിന് ഞാനിങ്ങനെ ചെറുതാക്കും. എന്നിട്ടാണ് എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് നേരം സുർക്കയിൽ വെള്ളത്തിൽ സുർക്ക ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും. അതിൻ്റെ ബ്ലഡും കാര്യങ്ങളും ഉളുമ്പും മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് കഴുകുക. അപ്പോൾ എന്താ സുർക്കൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു 5-8 പ്രാവശ്യം കഴുകും. നിങ്ങളിപ്പോൾ കാണുമ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ആയിരിക്കും കാണുക. എനിക്കിത് ഒരുപാട് നേരം കഴുകിയിട്ട് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു തെളി ഞാൻ നോക്കും. ആ ബ്ലഡിൻ്റെ കളറൊക്കെ പോയതിൻ്റെ ശേഷം എനിക്കിനി ചിക്കൻ ആയാലും ബീഫായാലും മട്ടൻ ആയാലും എന്തായാലും എനിക്ക് നല്ലോണം കഴുകണം കേട്ടോ. അപ്പോൾ അത്രയും പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. നമ്മൾ കാണിക്കുമ്പോൾ ഇത്രയൊക്കെ കാണിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇവനൊരു വീഡിയോ മൊത്തം നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബീഫൊക്കെ നല്ലോണം കഴുകി. ഇത് കുറേ ആയിട്ട് നമ്മൾ വീട്ടിൽ ബീഫ് കൊടുത്തിട്ട് ഇപ്പം മിക്കതും ചിക്കനാണ് കൊണ്ടുവരിക. ചിക്കൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 200 സംതിങ്ങിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല ഒരു 2-3 ദിവസത്തിന് എത്തും. ബീഫാണെങ്കിൽ 150 രൂപയ്ക്കാണെങ്കിൽ 2 ദിവസത്തിന് എത്തിപ്പോവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നും ചിക്കനല്ലേ, നമ്മളെന്നും ബീഫാക്കുക. കണ്ണക്കുട്ടിയാണെങ്കിൽ രാവിലെ തന്നെ മെനക്കെട്ട് പോയതുമാണ് കേട്ടോ അത് മേടിക്കാൻ വേണ്ടിയിട്ട്. ചായ പോലും കുടിക്കാതെ ആശ ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ കൊതി അങ്ങോട്ട് നമ്മൾ വെച്ചിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേഗം ആൾ കൊണ്ടുവന്നപ്പോൾ ഞാനത് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്രേവി പോലെ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ വേപ്പിലും കൂടെ ചേർത്തിട്ട് നല്ലോണം നമ്മൾ കൈ വെച്ച് തിരുമ്മി കുറച്ച് നേരം നല്ലോണം കൈ വെച്ചിട്ട് തന്നെ തിരുമ്മണം കേട്ടോ. സ്പൂൺ കൊണ്ടൊന്നും ആക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് അതിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാലാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. എല്ലാം കൂടെ ഒന്ന് കൂട്ടി പെരട്ടി തിരുമ്മി വെച്ചിട്ട് അത് നമ്മൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പം നമുക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് വേഗം നമുക്ക് കുക്കറിൽ മാറ്റാം. വെച്ചാൽ ഇതൊക്കെ ഫുഡ് റെഡി ആയിട്ട് വേണം നമുക്ക് ലൈവ് പോകാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. ഇപ്പോൾ ഓരോന്നിനും ഓരോ സമയമാണ്. അത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കൂടെ അയ്യത്തടാന്ന് പറയും കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കലും ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരാളാവുമ്പോൾ നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ചടപ്പ് വരും. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വീട്ടിൽ തന്നെ മലമറിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്താണ് ഇത്ര മലമറിച്ച കാര്യം വീട്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മലമറിക്കാണ്ട് കേട്ടോ. നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, അത് വീട്ടിലുള്ളവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ കുക്കറിൽ നമ്മുടെ ബീഫ് അങ്ങോട്ട് വേവാൻ വെച്ചിട്ട് ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. വളാഞ്ചേരി പോയപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങണ ഷോപ്പിലെ പയ്യൻ പറഞ്ഞത് അടിപൊളിയാണ് ചേച്ചിയെ കഴിച്ചാൽ ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ കഴിക്കാത്തൊരു സംഭവമാണ്. കർക്കിടക മാസമല്ലേ ഇലയും തോലൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല. അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നല്ലതാണ് അടിപൊളിയാണ് എന്നൊക്കെ കേട്ടോ. ചീരൊക്കെ അരിഞ്ഞ് നുറുക്കി വെച്ചിട്ട് നമുക്കിനി അവിടെയുള്ള വേസ്റ്റൊക്കെ കയ്യോടെ അങ്ങോട്ട് മാറ്റാം. അതിനകത്ത് അധികം പൊട്ടയൊക്കെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ തണ്ടോട് കൂടെ എടുത്തിട്ടുണ്ട്. മൂത്ത കുറച്ച് തണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചൊന്ന് പൂജിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആളിനെ കൊണ്ട് കഴിയണ ഹെൽപ്പുകൾ എനിക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഈ ശനി ഞായർ ആകുമ്പോൾ ഇവരുള്ളതാണ് എനിക്ക് വലിയൊരു സമാധാനം. എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട പാടില്ലല്ലോ, ബാക്കി മാത്രം ചെയ്താൽ മതിയല്ലോ. ബാക്കി അത്രയും ചെയ്യാണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ആശ്വാസമാണ് കേട്ടോ. എത്രയും ആശ്വാസമാണ് എനിക്കൊരാൾ വീഡിയോ എടുത്ത് തരാനുള്ളത്. എന്താ വെച്ചാൽ എനിക്ക് ഇത് ഈ ട്രൈപ്പോഡ് അങ്ങോട്ട് ചേരിച്ചത് കിട്ടുന്നുണ്ടോ നോക്കണം, ഒന്ന് വന്ന് നോക്കണം. അപ്പോഴേക്കും ഈ സമയം പോവല്ലോ. 1 മണിക്കൂർ നമ്മൾ ചെയ്യേണ്ട കാര്യം 2 മണിക്കൂർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് ചീരയൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. കഴുകി അതൊന്ന് വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ട് നമ്മളിനി നമ്മുടെ ബീഫ് ഒന്ന് വഴറ്റിയിടണമല്ലോ. അതിലേക്ക് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ഗ്രാമ്പൂ പട്ട ഏലക്ക പൊട്ടിച്ചു. പിന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്, ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി ചെറുള്ളിയും ഒരു സവാളയുടെ പകുതി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഇട്ടിട്ട് ബ്രൗൺ കളർ ആവണ വരെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക.
ഇനി മസാല പോരെങ്കിൽ ഇതിനകത്ത് നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയൊക്കെ ചേർക്കാം. ഞാനിത് വേവിക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് എല്ലാ പൊടികളും ഇട്ടുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എക്സ്ട്രാ ആയിട്ട് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഈ പൊടികൾ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് പൊടി ഞാൻ വേവിക്കാൻ ഇട്ടുകൊണ്ട് നമ്മൾ വെന്തിരിക്കുന്ന മീറ്റ് ബീഫ് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെന്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചു. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ആവശ്യത്തിൽ അധികം ഇട്ട് കൊടുക്കും ഞാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പില്ല. അപ്പോൾ ബീഫ് അങ്ങോട്ട് ഒന്നും കൂടെ കുറുകാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ കുഞ്ഞ് സിമ്മില്ലേ അതിലേക്ക് ആ സ്റ്റവിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് ഒന്നും കൂടെ അങ്ങോട്ട് വറ്റി പെരണ്ട് വരട്ടെ. ഒരു 3-4 പപ്പടം കൂടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബീഫ് കറിക്ക് കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പപ്പടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള പപ്പടം അങ്ങോട്ട് കാച്ചി എടുത്തു കേട്ടോ. ഏതൊരു കുട്ടിപ്പി പറഞ്ഞ പോലെ ലൈവിലാണ് ചോദിച്ചു തോന്നുന്നു, ചേച്ചി പപ്പടം അല്ലേ എന്നുള്ളത്. ഈ ഒരു 5-6 പപ്പടം ഉള്ളത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടമൊക്കെ കാച്ചിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടോ. ഈ സ്റ്റീലിൻ്റെ ഡവറയിലാണ് ഞാൻ വെക്കാറ്, ഇല്ലെങ്കിൽ ഒരു കീശയിൽ കെട്ടി വെക്കാറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നാളികേരം പൊട്ടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരലിക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു ഷോർട്സിലേക്ക് എടുത്ത കാരണം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചീരയിലേക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു, ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുത്തിയത് അതൊന്ന് മൂപ്പിച്ചിട്ടിട്ട് പിന്നെ നമ്മുടെ ഈ ചീര ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതോടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ലേശം ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം മാത്രമേ ഞാൻ ചിരകണുള്ളൂ കേട്ടോ. അപ്പോൾ നാളികേരത്തിന് 40 രൂപയാണ് ഒരു തേങ്ങയുടെ വില, നാളികേരത്തിൻ്റെ വില. അപ്പോൾ അതൊന്ന് കുറച്ച് ചിരകിയിട്ട് ബാക്കി എടുത്ത് പൊന്നേ കരളയിച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. എന്നിട്ട് നമ്മുടെ ചിരവല്ലേ അത് കഴുകി കയ്യോടെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചീരത്തോരനായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ പൊന്നാങ്കണ്ണി ചീരത്തോരനും അങ്ങോട്ട് റെഡി ആയി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു ചവർപ്പുണ്ട്, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലാത്തൊരു ചവർപ്പല്ല, പക്ഷെ എന്തോ എനിക്കിഷ്ടമായി കേട്ടോ. അവിടെ പിള്ളേർക്കൊക്കെ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അതും അങ്ങോട്ട് റെഡിയായി. ഇപ്പം നമ്മുടെ ചോറും ബീഫ് കറിയും പപ്പടവും നമ്മുടെ ചീരത്തോരനും ഒക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് മാമുണ്ണ. എല്ലാവർക്കും കാര്യമായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ലൈവ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 3 മണിക്കല്ലേ ആക്കണത്, അപ്പം ഇനി നേരം വൈകാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ റെഡി ആക്കിയിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ബീഫ് കറി എടുത്തിട്ടുണ്ട്, നമ്മുടെ ചീരത്തോര എടുത്തിട്ടുണ്ട്, പപ്പടം എടുത്തിട്ടുണ്ട്. കണ്ണൻകുട്ടിക്കൊക്കെ കാര്യമായിട്ട് വിശന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത് ബീഫ് വാങ്ങാൻ പോയിട്ട് ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ആശാന്. അവർ കൊടുത്തയച്ചത് ഇറച്ചി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വേസ്റ്റ് കൊത്തിറച്ചിയില്ല അതാ. എന്നിട്ട് അപ്പോൾ അവർ രണ്ടാമതും പോയി മാറ്റി വന്നിട്ട് അപ്പം എൻ്റെ കുട്ടിക്ക് കാര്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കൊടുത്തിട്ടുണ്ട്, 3 എടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്ക് വിശന്നിട്ടുണ്ടാവും. വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. പൂരിയും സ്റ്റൂ ആയിരുന്നു, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് കൊണ്ടിട്ട് ഇനി ഉച്ച ഇരുന്നിട്ട് അത് കഴിച്ചാൽ മതി വെച്ചിട്ട് പറഞ്ഞിട്ടാണേ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ആ ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാം കേട്ടോ. ഇന്ന് കാര്യമായിട്ട് എല്ലാവർക്കും വിശന്ന ദിവസമാണ്. ഇന്ന് കുറച്ചധികം പണികളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടെന്ന് ഉച്ചരിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എപ്പോഴാണോ ഒഴിവ് കിട്ടിച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ അതിനായിട്ടൊരു സമയം കണ്ടെത്താനൊന്നും നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കുഞ്ഞതായതുകൊണ്ട് കുറേ സമയം അവിടെ മെനക്കിടണം കേട്ടോ. വേഗം ഇങ്ങോട്ട് കഴുകി പോരാനൊന്നും പറ്റില്ല. പിന്നെ കഴിച്ച പാത്രങ്ങൾ കൈയോടെ കഴുകി വെച്ചാൽ പിന്നെ ബാക്കി പണിക്ക് എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കുളിയും നനയും അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൂജിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുമ്പലും കാര്യങ്ങളൊക്കെ വിരിച്ചിടലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പരിപാടി എനിക്കുണ്ടായിരുന്നില്ല. അത് അവൾ അങ്ങോട്ട് ചെയ്തു കേട്ടോ. ഇനി കിച്ചൺ ഒന്നങ്ങോട്ട് അടിച്ച് വാരിയിടാം. എന്താ വെച്ചാൽ നമ്മളെല്ലാ ഫുഡും കഴിച്ചിട്ട് അടിച്ച് വാരിയിടുന്നതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വിശന്നിട്ട് ഇടാം. അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ കൈയോടെ അടുക്കള ഇങ്ങോട്ട് അടിച്ച് വാരിയിട്ടു കേട്ടോ. ഇനി നമുക്ക് പോയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനും ഷോർട്സ് റെഡിയാക്കാനും എല്ലാം ഉണ്ട്. മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം അത് അങ്ങോട്ട് വേഗം ഞാൻ കൈയോടെ ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കി കാര്യത്തിലേക്ക് നിൽക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു മൂടിപ്പിടുത്തം കണ്ടു കേട്ടോ. ഒരു 4 മണിക്ക് 4:30 ആയി നമ്മുടെ ലൈവ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ വിരിച്ചിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ എപ്പോഴാണ് വരാമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ്. രാവിലെയാണോ വൈകുന്നേരമാണോ എന്നറിയില്ല. അങ്ങനെ മൂടിയൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ വേഗം ആ തുണികളൊക്കെ എടുത്തു. കുറച്ചധികം മടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി മടക്കിയിട്ടില്ലെങ്കിൽ ആരുടെ എന്താണെന്നൊന്നും അറിയാതെ ഒക്കെ കൂടെ കൂട്ടി ഇതാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീട് മാറുമ്പോൾ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഈ കബോർഡും ഇല്ലേ, ചട്ടപ്പെട്ടിയോ അങ്ങനെ എന്തോ പറയില്ലേ, ഹാർഡ്ബോർഡ് പെട്ടിയോ എന്താ ആ സാധനം, അത് വാങ്ങിയിട്ട് അതിൽ നിറച്ചിട്ട് ഓരോരുത്തരുടെ പേര് എഴുതണം. എന്നാലാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ കൂടെ കലവിലയായിരിക്കും. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നാളേക്കുള്ള വീഡിയോ എടുക്കാനും ഷോർട്സ് എടുക്കാനും ഒക്കെ ഉണ്ട്. കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഉണ്ട്. മിഷിയാനാണെങ്കിൽ പണി തന്നിട്ടുണ്ട്.
അത് തിരിയണില്ല. അതിന് എന്താണെന്നുള്ളത് ആദ്യം മുതലൊന്ന് നോക്കണം. അപ്പോൾ അതും ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബറും കൂടും. നിങ്ങൾ കാണുന്നതിന് എനിക്കൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങനെ ഇരുന്ന് കാണുകയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ തുടങ്ങി ഇപ്പോൾ കുഞ്ഞതായിട്ട് യൂട്യൂബ് തുടങ്ങി അതിങ്ങനെ മെല്ലെ മെല്ലെ സബ്സ്ക്രൈബ്സ് ആയി വരുന്നവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് മുന്നേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.